ഇന്ത്യൻ ടീമിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണും WTC ചാമ്പ്യന്മാരായത് വെറുതെ അല്ല സൗത്ത് ആഫ്രിക്കയെന്ന്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണെന്ന് കേട്ടിട്ടുണ്ട്. അതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ. സ്പിൻ ട്രാക്ക് ഉണ്ടാക്കിയിട്ടു ആ കുഴിയിൽ ഇന്ത്യ വീണു. ന്യൂസിലാൻഡ് വന്ന് തേച്ചൊട്ടിച്ചിട്ട് പോയിട്ട് അധികം നാളായിട്ടില്ല. ന്യൂസിലാൻഡ് വന്ന് തേച്ചൊട്ടിച്ചിട്ട് പോയി എന്താ പറ്റിയത്? WTCയിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ പുറത്ത്. അതുവരെ നോക്കുവാണെങ്കിൽ WTCയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് ആരാണ് വരുന്നതെന്ന് മാത്രമേ ഉള്ളായിരുന്നു ചോദ്യം. പക്ഷേ ന്യൂസിലാൻഡ് വന്ന് 3 കളിയും തേച്ചൊട്ടിച്ചിട്ട് പോയി സ്പിൻ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ഇന്ത്യയിലോട്ട് വരുന്നതിന് മുമ്പേ എല്ലാ ടീമുകളും ഒന്നി ബംഗ്ലാദേശിൽ പോകും, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകും, ശ്രീലങ്കയിൽ പോകും. കഴിഞ്ഞ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ന്യൂസിലാൻഡ് ശ്രീലങ്കയിൽ പോയി സീരീസ് അവിടെ തോറ്റു, പക്ഷേ സ്പിൻ ട്രാക്കിൽ കളിച്ച് പഠിച്ചു. എന്നിട്ടാണ് ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇന്ത്യ തേച്ചൊട്ടിച്ചിട്ട് പോയത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിലോട്ട് വരുന്നതിന് മുമ്പ് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ പോയി അവിടെ ടെസ്റ്റ് സീരീസ് ഡ്രോ ആക്കിയിട്ടാണ് ഇന്ത്യയിലോട്ട് വന്നത്. അവരുടെ മുമ്പിലോട്ട് സ്പിൻ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു. സൗരവ് ഗാംഗുലി പറയുക, ഇന്ത്യൻ ടീം എന്താണോ ആവശ്യപ്പെട്ടത് ആ പിച്ചാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. അവർക്ക് കളിക്കാൻ പറ്റുമോ കളിക്കാൻ പറ്റാത്തയോ അവരുടെ കാര്യം. ഇന്ത്യൻ ടീം ആവശ്യപ്പെട്ട പിച്ചാണ് കൊൽക്കത്തയുടെ ക്യൂരേറ്റർ ഉണ്ടാക്കി കൊടുത്തതാണ് സൗരവ് ഗാംഗുലി പറയുന്നത്. കഷ്ടം തന്നെ, ദയനീയമായ ഒരു തോൽവി. 100 റൺസ് പോലും എടുക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ ടീമിൽ. ഒരു 100 റൺസ്, 30 റൺസിനാണ് വന്ന് തോറ്റിട്ട് പോയത്. ശുഭ്മൻ ഗിൽ അവിടെ ഇല്ല ബാറ്റിങ്ങിന്. ഇന്ന് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിങ്ങിന്റെ ഇന്റന്റ് എന്തായിരുന്നു ഇന്ത്യൻ ടീമിന്റെ സ്ട്രാറ്റജി? ഇന്ത്യൻ ടീമിന്റെ പ്ലാൻ എന്തായിരുന്നു? അക്ഷർ പട്ടേൽ വന്ന് കാണിച്ചു കൊടുത്തു എങ്ങനെയായിരുന്നു ഈ പിച്ചിൽ കളിക്കേണ്ടതെന്ന്. പക്ഷെ ഒരുപാട് വൈകിപ്പോയി. യശസ്വി ജയ്സ്വാൾ ജാൻസന്റെ മുമ്പിൽ വീണു. KL രാഹുൽ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളിൽ കളിക്കത്തില്ലെന്ന് പറയുന്ന KL രാഹുൽ ഇന്ന് ഒരു അൺഈവൻ മൗണ്ട്സ് ആയിരുന്നു. KL രാഹുൽ വീണു. ജുറൈൽ ഔട്ടായ ഒരു ബോൾ നോക്കുവാണെങ്കിൽ ഒരു ഷോർട്ട് പിച്ച് ബോളാണ്, ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളേ അല്ല. പക്ഷെ ആ ഒരു ഷോർട്ട് പിച്ച് ബോൾ അടിച്ച് കൈ കൊടുത്തിട്ട് പോകും. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇന്ന് ഋഷഭ് പന്തായിരുന്നു. ഋഷഭ് പന്തിന്റെ പെർഫോമൻസ് എന്തായിരുന്നു? കേവലം 2 റൺസ് ഋഷഭ് പന്ത് എടുത്തു. കേവലം 2 റൺസ്. ക്യാപ്റ്റനാണ്. ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ട് ആവേണ്ടതായിരുന്നു. ഒരു റിവേഴ്സിൽ പഠിക്കാൻ പോകുന്ന എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയി. അവിടെ നോക്കുവാണെങ്കിൽ സൈമൺ ഹാമറിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ സൈമൺ ഹാമറിന്റെ മുമ്പിൽ കിടന്ന് ഋഷഭ് പന്ത് കിടന്ന് വിറയ്ക്കുമായിരുന്നു. അല്പമൊന്നും പ്രതീക്ഷ കൊടുത്തു രവീന്ദ്ര ജഡേജയും സുന്ദറും കൂടെ ചേർന്നുള്ള പാർട്ണർഷിപ്പ്. അവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ മേ ബി ഈ കളി ജയിച്ചു പോയത്. വളരെ ഡിഫിക്കൽട്ടായുള്ള ഒരു കണ്ടീഷൻ, വളരെ ഡിഫിക്കൽട്ടായുള്ള ഒരു കണ്ടീഷൻ. ബോൾ തിരിയുന്നത് 3.5 ഡിഗ്രിയിലൊക്കെയാണ്. ഡേ 3 ബോൾ തിരിയുക. ഡേ 3 കംപ്ലീറ്റ് ആയിട്ടുമില്ല. അവസാനത്തെ വിക്കറ്റ് ആയപ്പോഴത്തേന് അക്ഷർ പട്ടേലിന് അടിക്കാൻ പോകും. അക്ഷർ പട്ടേലിനെ എവിടെ കുറ്റം പറയുന്നില്ല. ബാക്കിയുള്ളവരുടെ ഇന്റന്റ് എന്തായിരുന്നു? സുന്ദറോ രവീന്ദ്ര ജഡേജോ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കളിച്ചിരുന്നെങ്കിൽ മേ ബി ഈ സ്കോർ ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ. 124 റൺസ് ഇന്ത്യയിൽ ചേസ് ചെയ്യാൻ കഴിയുന്നില്ല. സൗത്ത് ആഫ്രിക്കയുടെ സന്തോഷം കണ്ടില്ലേ? അവർ സന്തോഷിക്കാതിരിക്കുന്നത് എങ്ങനെ? ഇന്ത്യ വന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എല്ലാ ടീമുകളുടെയും ഒരു ഡ്രീമാണ്. ഇന്ന് അവർ സംഭവിച്ചു. അവരത് കാണിച്ചു കൊടുത്തു. ബാവുമ കാഴ്ചവെച്ച് കൊടുത്തു എങ്ങനെയാണ് ക്യാപ്റ്റൻസി ചെയ്യേണ്ടതെന്ന്. അവരുടെ മെയിൻ ബോളറായ സൈമൺ ഹാമറിനെ കൊണ്ടുവരുന്നു, വിക്കറ്റ് എടുപ്പിക്കും. കേശവ് മഹാരാജിനെ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡർമാരെ വിക്കറ്റ് എടുക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേന് ടിം ബാവുമയുടെ അടുത്ത ക്യാപ്റ്റൻസി മാക്രത്തോട് പറയുന്നു ബോൾ ചെയ്യും. മാക്രം വന്ന് ബോൾ ചെയ്യുന്നു. സെറ്റായിട്ട് അവിടെ നിന്ന് സുന്ദറിനെ എടുത്തുകൊണ്ട് പോകുന്നു. ബ്രില്യൻ ക്യാപ്റ്റൻസി. ഓരോ ബാറ്റ്സ്മാൻമാർക്കും അനുസരിച്ചുള്ള ഫീൽഡ് പ്ലേസ് ചെയ്യുന്നു. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ നോക്കുവാണെങ്കിൽ അനങ്ങാൻ സംഭവിച്ചില്ല. അടുത്ത കളിയിൽ എങ്ങനെയാണ് ഇന്ത്യൻ ഇവരെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യയുടെ മനസ്സിൽ സീരീസ് തോക്കുമോ എന്നുള്ള ഭയമായിരിക്കും അടുത്ത കളി ഇനി കളിക്കാൻ പോകുമ്പോഴും. എങ്ങാണ് സീരീസ് തോറ്റാലോ. ഇന്നത്തെ ഈ മത്സരത്തോട് വരുവാണെങ്കിൽ ഈ മത്സരം എവിടുന്ന കൈവിട്ട് പോയത്? കേവലം 60 റൺസിന്റെ ലീഡേ ഉള്ളായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ ഇന്നലത്തെ കളി അവസാനിക്കുമ്പോഴത്തേന്. ഇന്നലത്തെ അഡ്വാൻറ്റേജ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടി. ഒരു 10 ഓവർ മുമ്പേ കളി അവസാനിക്കേണ്ടതായിട്ട് വന്നു. രാവിലെ എന്താണ് സൗത്ത് ആഫ്രിക്ക ചെയ്തത്? രാവിലെ വന്നിട്ട് അവർ ലൈറ്റ് ആയിട്ടുള്ള റോളർ എടുത്ത് പിച്ചിനെ ഫ്ലാറ്റ് ആക്കി. രാവിലെ 1 മണിക്കൂർ നോക്കുവാണെങ്കിൽ കൊൽക്കത്തയിൽ ഡ്യൂ ഉണ്ട്. അതുകൊണ്ട് പിച്ചിൽ നിന്ന് വലിയൊരു ബെനിഫിറ്റ്സ് ബോളർമാർക്ക് കിട്ടത്തില്ല. ആ ഒരു ബെനിഫിറ്റ്സിനെ അവർ യൂട്ടിലൈസ് ചെയ്തു. ബാവു പറഞ്ഞ് ഞാൻ സിംഗിൾ ഡബിളും എടുക്കാം, ബോഷിനോട് പറഞ്ഞ് നീ അടിക്കാൻ പറഞ്ഞു. ബോഷ് എടുത്ത റൺസ് ഇവിടെ നിർണായകമായി. 25 റൺസ് എടുത്ത് ബോഷ് വന്നിട്ട് 37 ബോളിൽ നിന്ന് 2 4 1 6. ആ ഒരു 25 റൺസ് ഇന്ത്യ ഇപ്പോൾ പരാജയപ്പെടുന്ന എത്ര റൺസിലാണ്? 30 റൺസിൽ. ബോഷ് എടുത്ത റൺസ് ഇമ്പോർട്ടൻ്റ് ആയി. ബോഷിന്റെ വിക്കറ്റ് രാവിലെ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പാടാ, ആ രാവിലത്തെ ഒരു ഹാഫ് അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് വന്ന് ഈ ഒരു കണ്ടീഷനിൽ വിക്കറ്റ് എടുക്കാൻ പാടാം. ബിക്കോസ് ഡ്യൂ ആണ്. ആ ഒരു കണ്ടീഷനെ അവർ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ബാവുമ മുമ്പിൽ നിന്ന് നയിച്ചു 55 റൺസ്. ഈ സീരീസ് നോക്കുവാണെങ്കിൽ ഒറ്റ ഒരാൾക്ക് സെഞ്ചുറി ഇല്ല, ഹാഫ് സെഞ്ചുറി ഇല്ല. ഒരേ ഒരു ഹാഫ് സെഞ്ചുറിയാണ്, അതും അവരുടെ ക്യാപ്റ്റനായ ബാവുമ മുമ്പിൽ നിന്ന് നയിച്ച പ്രകടനം. ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഈ തോൽവിയുടെ ഉത്തരവാദി ആരാണ്? ഇന്ത്യൻ ടീമിൽ ഉള്ളായിരുന്നത് 6 ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാരാണ്. 6 ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻമാർ. ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ചതും ഈ ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. ഇന്ത്യൻ ടീമിനെ ജയിപ്പിക്കേണ്ടതും ഈ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരായിരുന്നു. കുൽദീപിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരായിരുന്നു ഈ കളി ജയിപ്പിക്കേണ്ടത്. അവിടെ കേശവ് മഹാരാജ് ഉണ്ടായിരുന്നു. കേശവ് മഹാരാജ് വന്നപ്പോഴത്തേന് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർക്കെതിരെ അറ്റാക്ക് ചെയ്ത് കളിക്കണമായിരുന്നു, കളിച്ചില്ല. ബോഷ് വന്നായിരുന്നു, ബോഷിനെതിരെ അറ്റാക്ക് ചെയ്ത് കളിക്കണമായിരുന്നു, കളിച്ചില്ല. ഇന്ത്യ ഡിഫൻസിലോട്ട് പോയി. ഇന്ന് അവസാനം വരെയും ഇന്നത്തെ ദിവസം മൊത്തം കളിച്ചിട്ട് കളി ജയിപ്പിക്കാന്നുള്ളൊരു ഇന്റന്റ് ആയിരുന്നു. സൈമൺ ഹാമറിന്റെ മുമ്പിൽ വന്ന് വീണു, ആദം മാക്രത്തിന്റെ മുമ്പിൽ വന്ന് വീണു. കേശവ് മഹാരാജും മാർക്കോ ജാൻസനും കൂടെ ചേർന്ന് തോൽപ്പിച്ചു. മാർക്കോ ജാക്സന്റെ ആ 2 വിക്കറ്റ് ഇമ്പോർട്ടന്റ് വിക്കറ്റ് ആയിരുന്നു. ആ ഒരു ബ്രേക്ക് ത്രൂ. യശസ്വി ജയ്സ്വാളിനെ നേരത്തെ പറഞ്ഞുകൂടാ മാർക്കോ ജാൻസനായി. യശസ്വി ജയ്സ്വാൾ നോക്കുവാണെങ്കിൽ കളിയിൽ നിന്ന് കൊണ്ടുപോകാനെ. ജയ്സ്വാളിനെ സെറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, നേരത്തെ പറഞ്ഞു വിടുന്നു. KL രാഹുലിനെ സെറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, നേരത്തെ പറഞ്ഞു വിട്ടു. വെൽ പ്ലാനുമായിട്ട് വരുന്നു, ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഇന്ത്യക്ക് നോക്കുവാണെങ്കിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒരു സ്പിൻ ട്രാക്ക് ഉണ്ടാക്കിയിട്ട്
വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മട്ടായിരുന്നു. ഒറ്റ ഒരു ഹാഫ് സെഞ്ചുറി ഉണ്ട്, ഒറ്റ ഒരു ഹാഫ് സെഞ്ചുറി. സ്വന്തം ഫോം കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിൽ നിന്ന്. അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഈസി ആയിട്ട് ജയിച്ചിട്ട് പോകാൻ ടെസ്റ്റ് എന്നുള്ളത് മറ്റുള്ള ടീമുകൾക്ക് മനസ്സിലായി വരുന്നു. ക്വാളിറ്റി ആയിട്ടുള്ള 1-2 സ്പിന്നർമാരുണ്ടായാൽ മതി. ഇവിടെ മാത്രമല്ല സ്പിന്നർ ഉള്ളത്. സൈമൺ ഹാമർ എന്ന് പറയുന്നത് അവരുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 1000 വിക്കറ്റ് എടുത്തൊരു ബോളറാണ്. 2015 ഇന്ത്യ വന്നിട്ട് 7 വിക്കറ്റ് എടുത്തിട്ട് പോയൊരു ബോളറാണ്. ക്വാളിറ്റി സ്പിന്നർമാരുടെ മുമ്പിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ പിച്ചിനെ കുറ്റം പറഞ്ഞാൽ മതി. ഈ പിച്ച് നോക്കുകയാണെങ്കിൽ സച്ചിനോ വിരാട് കോഹ്ലിക്കോ ലക്ഷ്മണനോ ദ്രാവിഡിനോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് പിന്നെ എന്തോ ചെയ്യാൻ കഴിയും? ഇതുപോലത്തെ ടേണിംഗ് ട്രാക്ക് ബോൾ ബ്രേക്ക് ചെയ്യുന്നത് ഇത്രയും വലുതായിട്ടൊക്കെ ബോൾ ബ്രേക്ക് ചെയ്തു. പുജാരിയുടെ കരിയർ ഇതുപോലത്തെ പിച്ച് ഉണ്ടാക്കിയിട്ട് അസ്തമിച്ചു. വിരാട് കോഹ്ലിക്ക് ഒരു 10,000 റൺസ് പോലും തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലത്തെ പിച്ച് ഉണ്ടായത്. ഷഹാനിക്ക് തന്റെ കരിയർ അവസാനിക്കേണ്ടതായിട്ട് വന്നു ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ കളിച്ച്. നമുക്ക് റൺസ് എടുക്കാൻ കഴിയത്തില്ല, നമുക്ക് ഇവിടെ ജയിക്കാൻ കഴിയുന്നു. മൈറ്റി വെസ്റ്റ് ഇൻഡീസിനെതിരെ നമ്മൾ ഫ്ലാറ്റ് പിച്ച് ഉണ്ടാക്കിയിട്ട് അവിടെ ജയിച്ചല്ലോ. അതേപോലെ ഒരു പിച്ച് ഉണ്ടാക്കിയ പോലായിരുന്നു. ഒരു ഡേ 4 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് കളി പോകുന്നത് ബാറ്റ്സ്മാൻമാർക്കും ബോളർമാർക്കും ഒരേ രീതിയിൽ ഈക്വലായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന ഒരു പിച്ചിൽ. ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് ഏത് പിച്ചിലും വിക്കറ്റ് എടുക്കാൻ കഴിയും. സ്പിൻ ട്രാക്ക് വേണമെന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവാത്ത ഇന്ത്യയുടെ പ്ലാൻ എന്തുവായിരുന്നു ഒന്നും മനസ്സിലാവുന്നു. ഗൗതം ഗംഭീർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. 3 ഓൾറൗണ്ടർമാരുണ്ടായിരുന്നു, 8 വരെ ബാറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ശുഭ്മൻ ഗിൽ ഇല്ലെങ്കിലും നമുക്ക് 8 വരെ ബാറ്റിംഗ് ഉണ്ട്. എന്നിട്ടും കളി ജയിക്കാൻ കഴിയുന്നില്ല. അടുത്ത കളി ഇനി എന്താണ് ഇന്ത്യൻ ടീമിന്റെ പ്ലാൻ എന്ന് മനസ്സിലാവുന്നില്ല. ഇതേപോലെ സ്പിൻ ട്രാക്ക് ഉണ്ടാക്കി വെക്കൂ. ഇനിയിപ്പോൾ ഇന്ത്യൻ ടീമിന് ടെൻഷനിലായിരിക്കും. ഇന്ത്യൻ ടീം ഇപ്പം ബാക്ക് ഫുട്ടിലോട്ട് പോയി. ഇനി അടുത്ത ഇന്ത്യൻ ടീം നോക്കുന്നത് എങ്ങനെയെങ്കിലും സീരീസ് ഡ്രോ ആക്കണം. അതായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം. ഇവിടെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്കാണ്. ഒരു അല്പം എഡ്ജ് അവർക്ക് കൂടുതൽ കിട്ടി. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അഥവാ തോറ്റ സീരീസ് പോയി എന്നുള്ള ഒരു ടെൻഷനിൽ പോയി കളിക്കുന്നതായിട്ട് വരും. സൗത്ത് ആഫ്രിക്കയ്ക്ക് ടോസ് കിട്ടി 159 റൺസിൽ നമുക്ക് എറിഞ്ഞൊതുക്കാനായി. ഇന്ത്യയുടെ ബോളർമാരെ ബുംറ പ്രത്യേകിച്ച് 159 റൺസിന് സൗത്ത് ആഫ്രിക്ക എറിഞ്ഞൊതുക്കാനായി. നമുക്ക് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴത്തേന് ഒരു 240-250 റൺസിന്റെ ലീഡ് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. അവിടെ നോക്കുവാണെങ്കിൽ ബാറ്റിംഗ് അപ്രോച്ചിന്റെ പ്രശ്നമായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിലെ നമുക്ക് പോയി. ഫസ്റ്റ് ഇന്നിങ്സിൽ നമുക്ക് ഒരു 250 റൺസ്, ഒരു 70-80 റൺസിന്റെ ലീഡ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയി പോയനെ. സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ വന്ന സൗത്ത് ആഫ്രിക്കയെ നമുക്ക് എറിഞ്ഞിടാൻ കഴിഞ്ഞില്ല. അവിടെ പാർട്ണർഷിപ്പിന് നിർത്താൻ കഴിഞ്ഞില്ല. ബോഷിന്റെ വിക്കറ്റ് എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ടിംബാവുമ നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ ഫസ്റ്റ് കളി തോറ്റു. ഇനി ഈ സീരീസ് മേ ബി ഡ്രോ ആക്കാം, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വന്നിട്ട് ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്തിട്ട് പോകാം. ഇതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള അവസ്ഥ. ശുഭ്മൻ ഗിൽ അടുത്ത കളി കളിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. ശുഭ്മൻ ഗില്ലിനെ 3 ഫോർമാറ്റ് പ്ലെയർ ആക്കാൻ വേണ്ടി ലോകം മൊത്തം കറക്കി കിടക്കുക. റെസ്റ്റ് വേണ്ട മനുഷ്യന്. 2020 കളിപ്പിക്കും, ODIയിലുണ്ട്, ടെസ്റ്റിലുണ്ട്, റെസ്റ്റ് ഇല്ല. വർക്ക് ലോഡ് മാനേജ്മെന്റ് ബുംറയ്ക്ക് മാത്രമല്ല ശുഭ്മൻ ഗില്ലിനും കൊടുക്കും. 3 ഫോർമാറ്റിൽ കൊണ്ടിട്ടിട്ട് ലോകം മൊത്തം ചുറ്റിച്ച് നടന്ന് കളിക്കാൻ പറ്റുന്നുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം കളിക്കാൻ പറ്റുമോ? ചോദിച്ചു വാങ്ങിയ പരാജയമാണ്. ഇനി അടുത്ത കളിയിൽ മാനം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ജയിച്ചു കാണിക്കുക. ഒരു മര്യാദയ്ക്കുള്ള ഒരു പിച്ച് ഉണ്ടാക്കിയിടുക. കുറഞ്ഞത് 4 ദിവസമെങ്കിലും വന്നിട്ട് കളി കാണാൻ പറ്റുന്ന ഒരു പിച്ച്, ബാറ്റ്സ്മാൻമാർക്കും ബോളർമാർക്കും ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിച്ച് ഉണ്ടാക്കി കൊടുക്കുക. ഇന്ത്യയുടെ സ്പിന്നർമാർ എവിടെ വന്നാലും വിക്കറ്റ് എടുക്കും. ഫ്ലാറ്റ് പിച്ച് ആണെങ്കിൽ ഇന്ത്യയുടെ സ്പിന്നർമാർ വന്ന് വിക്കറ്റ് എടുക്കും. സോ നാണക്കേട് തന്നെ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഇന്ത്യൻ ടീം പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ. ഒരു ചാൻസ് ഉണ്ട് ഇന്ത്യയുടെ മുമ്പിൽ. ഇനി അവിടെ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ WTC ഫൈനൽ 2027 എന്ന് പറഞ്ഞത് അങ്ങ് മറന്നേക്കുക. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ ഹോമിലെങ്കിൽ 2027 WTC ഫൈനൽ അങ്ങ് മറന്നേക്കുക. ന്യൂസിലാൻഡ് വന്ന് തേച്ചൊട്ടിച്ച് പോയതുപോലെ സൗത്ത് ആഫ്രിക്ക വന്ന് തേച്ചൊട്ടിച്ച് പോകാതിരിക്കട്ടെ ഇന്ത്യ. അടുത്ത കളിയിലെങ്കിലും ഇന്ത്യക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. ഒരു മാന്യമായിട്ടുള്ള ഒരു പിച്ച് ഉണ്ടാക്കി.